ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി വിദേശ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരു ദൗത്യസംഘത്തെ ലോക പര്യടനത്തിനായി നിയോഗിച്ച് വിദേശ രാജ്യത്തെ ഭരണാധികാരികളെ സന്ദർശിച്ച് ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാനുള്ള അഭ്യർത്ഥന നടത്തണമെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഈ ആവശ്യമുന്നയിച്ച് തടവുകാരുടെ ബന്ധുക്കൾ കേരളത്തിലെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളെയും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശശി തരൂർ MP-യെയും സന്ദർശിച്ച് നിവേദനം നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം വിദേശ ജയിലുകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം 10,000-ഓളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ ജയിലുകളിൽ ദിനംപ്രതി ഇന്ത്യക്കാരുടെ മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതു സംബന്ധിച്ച് പാർലമെന്റിലെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെയും പിന്തുണയോടെ സംയുക്തമായ ഒപ്പുവച്ച ഭീമ ഹർജി ഇന്ത്യൻ പാർലമെന്റിന് മുമ്പാകെ സമർപ്പിക്കുമെന്ന് ആന്റോ ആന്റണി MP അറിയിച്ചു. ഇതിനകം MK രാഘവൻ MP-യുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ശശി തരൂർ ചെയർമാനായ വിദേശകാര്യ പാർലമെന്റ് കമ്മിറ്റി നവംബർ 28-ന് നടന്ന കമ്മിറ്റിയിൽ ഈ ആവശ്യം പരിഗണിച്ച് തുടർ നടപടികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 2023-ൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രധാനമന്ത്രി മുൻപാകെ ഖത്തറിലെ ഇന്ത്യൻ തടവുകാരെ 2015-ൽ ഒപ്പുവെച്ച ദ്വിരാഷ്ട്ര ഉടമ്പടി പ്രകാരം വിദേശത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് 100-ലധികം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം അത്തരമൊരു ഉടമ്പടി നിലവിലില്ല എന്നും പറഞ്ഞ് അധികൃതർ അവസാനിപ്പിക്കുകയായിരുന്നു. 2024 ഓഗസ്റ്റിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടിയിൽ 2015 മുതൽ അത്തരമൊരു ഉടമ്പടി ഖത്തറുമായി നിലനിൽക്കുന്നുവെന്നാണ് ലോക്സഭയിൽ മറുപടി നൽകിയതും. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയുടെ ഇത്തരം മനോഭാവം പാവപ്പെട്ട പ്രവാസികളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നതായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് R സജിത് കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദൗത്യത്തിന് MP-മാരായ KC വേണുഗോപാൽ, ബെന്നി ബെഹന്നാൻ, K രാധാകൃഷ്ണൻ, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ, K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഹാരിസ് ബീരാൻ, JB മേത്തർ എന്നിവരും അനുഭാവം പ്രകടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് PM നിയാസിനൊപ്പം പ്രസിഡന്റ് RJ സജിത്, ജനറൽ സെക്രട്ടറി ഇറീന ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടവുകാരുടെ ബന്ധുക്കളും ദില്ലിയിൽ MP-മാരെ സന്ദർശിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് RJ സജിത്, അലീന അബു, K അബൂബക്കർ മുക്കം, S സമീമ എന്നിവർ ഉൾപ്പെടെ തടവുകാരുടെ ബന്ധുക്കളും പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.